സ്തോത്രം. കർത്താവിൻ്റെ നല്ല വചനം യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം, ജോൺ ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 36. വചനം ഇങ്ങനെ പറയുന്നു: സോ ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു ആർ ട്രൂലി ഫ്രീ. ഹല്ലേലൂയ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ തന്നെ. നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ സ്വതന്ത്രര്. അപ്പം യേശു ഭൂമിയിൽ വന്നത് നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കാനാണ്. നമ്മളെ പാപത്തിൽ നിന്നും ഇരുട്ടിൻ്റെ സകല അധികാരത്തിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. ഓൾറെഡി നമ്മൾ ക്രിസ്തുവിലായ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സ്വതന്ത്രരാക്കി കഴിഞ്ഞു. നമ്മൾ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ മതി. ഹല്ലേലൂയ. വചനം അവിടെ പറയുന്നു, സോ ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു ആർ ട്രൂലി ഫ്രീ. നിങ്ങൾ യഥാർത്ഥമായിട്ടും നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാ. ഇനിയും പറയാൻ പാടില്ല, അയ്യോ ഞാൻ കുടുങ്ങിപ്പോയി, അയ്യോ ഞാൻ അതിനകത്ത് ബന്ധിക്കപ്പെട്ടു, അതൊരു കെട്ടാണ്. നോ, പറയാൻ പാടില്ല. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ പിന്നെ സ്വാതന്ത്ര്യമുള്ളവർ. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയത് പാപത്തിൽ നിന്നും പാപത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്നുമായിരുന്നു, പാപവും പാപത്തിൻ്റെ ഫലങ്ങളിൽ നിന്നുമായിരുന്നു. സ്തോത്രം. വചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. അപ്പം പാപം നമ്മളെ നിത്യജീവനിലേക്കല്ല കൊണ്ടുപോകുന്നേ, പാപം നമ്മളെ നിത്യ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ യേശു ചെയ്തത്, യേശു വന്ന് നമ്മുടെ സകല പാപവും പോക്കി, നമ്മുടെ സകല പാപവും ക്ഷമിച്ചും മറന്നും നമ്മളെ ഇരുട്ടിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. എന്നിട്ട് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുക, ഇനിയും നമ്മൾ ഫ്രീഡമുള്ളവരാ. ഇനിയും നമ്മളെ അപ്പം ഒരു വ്യക്തിയെ നോക്കാം. നമുക്ക് ഒരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തി ഒരു രാജ്യത്തിൻ്റെ കീഴിൽ നിൽക്കുക. ആ രാജ്യത്തിൻ്റെ സകല നിയമങ്ങളും ആ വ്യക്തിയുടെ മേൽ ബാധകമാണ്. പക്ഷെ ഒരു ദിവസം അയാൾക്ക് വേറൊരു രാജ്യത്തെ വിസ കിട്ടി. അയാൾ ആ മറ്റേ രാജ്യത്തിനെ വിട്ടേച്ച് അയാൾ പുതിയ രാജ്യത്ത് പോയി. പുതിയ രാജ്യത്ത് പോകുമ്പോൾ ഇനിയും പഴയ രാജ്യത്തിൻ്റെ നിയമങ്ങളൊന്നും അയാൾക്ക് ബാധകമല്ല. ഇനി ഏത് പുതിയ രാജ്യത്തിലാണോ അയാൾ ജീവിക്കുന്നത്, ഇനി ആ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ് അയാളെ ബാധിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു നാൾ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ കിടന്നവരാ. സ്തോത്രം. ഇരുട്ടിൻ്റെ അധീനതയിൽ കിടന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ രാജ്യത്തിനകത്തുള്ള എല്ലാ നിയമങ്ങളും നമ്മളെ നിയന്ത്രിക്കുമായിരുന്നു. നമ്മൾ കള്ളം പറയും, വഴക്കുണ്ടാക്കും, ചീത്ത പറയും, മറ്റുള്ളവരെ കുറ്റം പറയും, ഇതൊക്കെ നമ്മൾ ചെയ്യും. അവിടെ ശാപമുണ്ടായിരുന്നു, പ്രാക്കുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലും പ്രാഗിയ ഉറപ്പായിട്ട് വേക്കും അടുത്ത ദിവസം പനി പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റും. എന്നിട്ട് പറയാൻ വകയുണ്ടായിരുന്നു, അത് അവർ പ്രാഗിയത് കൊണ്ട്. അവിടെ കണ്ണും ദോഷം ഫലിക്കും, അവിടെ പിന്നെ ഉഴിഞ്ഞിടാൻ നടക്കണം. അവിടെ ഉറപ്പായിട്ടും ആരെങ്കിലും നോക്കിയാൽ ക്ഷീണം തട്ടും, പിന്നെ ഉഴിഞ്ഞിടേണ്ടി വരും. പക്ഷേ യേശു കർത്താവിനെ വിശ്വസിച്ചപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഞാൻ ആ എക്സാമ്പിളിനകത്ത് പറഞ്ഞതുപോലെ ഇരുട്ടിൻ്റെ രാജ്യത്തിനകത്തു നിന്ന് എടുത്ത് നമ്മളെ പുത്രൻ്റെ അധികാരമുള്ള രാജ്യത്തിനകത്ത് ആക്കി വെച്ചു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിനകത്ത് ആക്കി വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അദൃശ്യമായ ഒരു സ്വർഗരാജ്യത്തിനകത്തേക്ക് നമ്മളെ കയറ്റിവെച്ചു. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിച്ചപ്പോൾ പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് വിസ എല്ലാം ക്യാൻസലായിട്ട് ഹല്ലേലൂയ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിനകത്ത് നമുക്ക് പുതിയ ഇറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞ് വിസ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് വസിക്കുന്നവരായി തീർന്നു. ഹല്ലേലൂയ. ഇത് കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ ഇതാ ശരിക്കും സംഭവം നടന്നേ. എന്നിട്ട് അവിടെ വചനം പറയുക, നിങ്ങളെ പുത്രൻ സ്വതന്ത്രരാക്കി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ പഴയ രാജ്യത്ത്, ഇരുട്ടിൻ്റെ രാജ്യത്ത് കിടന്നപ്പം എല്ലാത്തിനും കടക്കാരായിരുന്നു. എന്നുവെച്ചാൽ രോഗം വരും, ക്ഷീണം വരും, പലതും സംഭവിക്കും, അതിനൊക്കെ കടപ്പെട്ടവരായിരുന്നു. പക്ഷേ പുത്രൻ്റെ രാജ്യത്തിനകത്ത് വന്നപ്പോൾ യേശു കർത്താവ് എല്ലാ കടവും വീട്ടി, എല്ലാ പകയും തീർത്തു, എല്ലാത്തിനും ശമ്പളം അങ്ങ് കൊടുത്തു, എല്ലാത്തിൻ്റെയും മായിച്ചു കളഞ്ഞു. ഇന്ന് നമ്മൾ പുത്രൻ്റെ രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു രൂപ പോലും കടപ്പാടില്ലാത്തവരായിട്ട്. ഹല്ലേലൂയ. ഒരു
വിടക്ക് കണ്ണും നമ്മളെ ആരെയും തൊടത്തില്ല, വിശ്വസിക്കുന്ന നമ്മളെ തൊടത്തില്ല. ഇന്നും ഞാൻ കേട്ടിട്ടുണ്ട് ക്രിസ്തുവിലായവർ പറഞ്ഞുകൊണ്ടിരിക്കും, വിടക്ക് കണ്ണ്, വിടക്ക് കണ്ണ്, വിടക്ക് കണ്ണ്. ഒരു വിടക്ക് കണ്ണും നമ്മളെ നോക്കത്തില്ല, നോക്കിയാലും ഒന്നും ഫലിക്കത്തില്ല. നോക്കിയാൽ കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ തീയാ കാണുന്നത്. വചനം അവിടെ പറയുന്നു നമ്മളെ സ്വതന്ത്രരാക്കി. അപ്പം നമ്മളെ സ്വതന്ത്രരാക്കണമെങ്കിൽ നമ്മളുടെ പാപചിന്തകൾ, ബലഹീന ചിന്തകൾ, നമ്മളുടെ എല്ലാവിധ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ സ്വതന്ത്രരാക്കി. ഇന്നെന്നെ കേൾക്കുന്നവർ പലവരും അതിലേക്ക് പോകുന്ന പ്രോസസ്സിലായിരിക്കും. എന്ന് വെച്ചാൽ ഇതുവരെയായിട്ടും അവിടെ എത്തി എന്നുള്ള ബോധ്യമില്ല. സാരമില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പം പറയണം, ഹല്ലേലൂയ, എന്നെ യേശു സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ, ഞാൻ ഇനി സ്വാതന്ത്ര്യത്തിനകത്ത് ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഒതുക്കിക്കളയുന്നത്. നമ്മൾക്ക് പുറത്തിറങ്ങണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ ചിന്തകൾ നമ്മളെ അവിടെ ഒതുക്കിക്കളയും. പുറത്തിറങ്ങി രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ ചിന്ത പറയും, നിനക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, നീ എവിടെ പോയി രക്ഷപ്പെടാനാ. ഇനിയും പിന്നെയും മുന്നോട്ടിറങ്ങാൻ ശ്രമിക്കുമ്പം ചിന്ത പിന്നെയും പറയും, നീ കടഭാരത്തിൻ്റെ നടുവിലാണ്, നിന്നെക്കൊണ്ട് എങ്ങനെ സ്വപ്നം കാണാൻ സാധിക്കും. പിന്നെയും നമ്മൾ മുന്നോട്ട് ആഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പം ചിന്തകളകത്തിരുന്നിട്ട് പറയും, നീ പാപിയാ, നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, നീ ഒരു വലിയ പാപം ചെയ്തിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. പക്ഷേ കർത്താവ് ഇതിനെയെല്ലാം മാറ്റിയിട്ട് കർത്താവിൻ്റെ ബലവും ശക്തിയും നീതിയും എല്ലാം നമുക്ക് ഇട്ട് തന്നിരിക്കുക, നമ്മളെ ഫ്രീ ആക്കിയിരിക്കുക. ഇനിയും ശാപം, പാപം ഒന്നിനും, പാപത്തിന് പോലും നമ്മളെ അടിമയാക്കാൻ പറ്റത്തില്ല. എത്ര പ്രലോഭിക്കുന്ന പാപമാണെങ്കിലും ഇനി നമ്മളെ ആ പാപത്തിന് കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം, ഐ ആം എ ഫ്രീ പേഴ്സൺ. ഞാനൊരു സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്നെ ക്രിസ്തു സ്വാതന്ത്ര്യമാക്കിയിരിക്കുക, അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാ. ഹല്ലേലൂയ. യോഹന്നാൻ 8:34-35 പറയുന്നു, വേഴ്സ് നമ്പർ 34, John 8:34. Jesus replied, I tell you the truth, everyone who sins is a slave of sin. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ അടിമയാണ്. 35, a slave is not a permanent member of the family, but a son is part of the family forever. 35 വാക്യം. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. ദാസൻ ഭവനക്കാരനല്ല, ഭവനക്കാരിയല്ല, എന്നിട്ട് പുത്രനോ എന്നേക്കും വസിക്കുന്നു. ആമേൻ. പുത്രൻ എന്നേക്കും ഭവനത്തിൽ വസിക്കുന്നു. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിട്ട് നമ്മളെ ദൈവരാജ്യത്തിനകത്ത് പുത്രനും പുത്രിയുമെന്നും ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് യേശു നമ്മളെ വീണ്ടെടുത്തിട്ട് നമ്മൾക്ക് പുത്രത്വം നൽകി, ഹല്ലേലൂയ, നമ്മളെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ പാപത്തിന് അടിമകളല്ല. ഹല്ലേലൂയ. പാപത്തിന് ഇനി എന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇന്ന് വിളിച്ചു പറയണം, ആ പാപചിന്ത, കുറ്റം പറയുന്ന സ്വഭാവം, ആ ദേഷ്യപ്പെടത്തില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്നൊക്കെ പറഞ്ഞ് ചാടി ദേഷ്യപ്പെടത്തില്ലേ, ആ ദേഷ്യമൊന്നും എന്നെ കീഴടക്കത്തില്ല. പറയണം, വായും കൊണ്ട് പറയണം. ഇനി ആരെങ്കിലുമൊക്കെ നുണയും കൊതിയൊക്കെ പറയാൻ വന്നാൽ ആ നുണയും കൊതിയൊന്നും എന്നെ കീഴ്പ്പെടുത്തത്തില്ല. ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കത്തില്ല. എന്താ, ഞാൻ സ്വാതന്ത്ര്യമുള്ളൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്നെ സ്വതന്ത്രരാക്കിയിരിക്കുക. റോമരുടെ 6:16 പറയുന്നു, ഡോണ്ട് യു റിയലൈസ് ദാറ്റ് യു ബിക്കം ദ സ്ലേവ് ഓഫ് വാട്ട് എവർ യു ചൂസ് ടു ഒബേ. യു ക്യാൻ ബി എ സ്ലേവ് ടു സിൻ വിച്ച് ലീഡ്സ് ടു ഡെത്ത്, or you can choose to obey God which leads to righteous living. അപ്പോൾ കണ്ടോ, നമ്മുടെ രാജ്യം മാറി. പഴയ നിന്ന രാജ്യം പിശാചിൻ്റെ രാജ്യമായിരുന്നു. അവിടെ പിശാചിൻ്റെ അധീനതയിലെല്ലാം ചെയ്യണമായിരുന്നു. ഒരു പനി വന്നാൽ പ്രശ്നം വെച്ച് നോക്കുമായിരിക്കും, അല്ലെങ്കിൽ മുഖലക്ഷണം നോക്കുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കുമായിരിക്കും. അത് ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ ആയി കിടന്നപ്പോൾ അവിടെ നമ്മളോട് നമ്മുടെ ഇച്ഛകൾ, ചിലപ്പോൾ മനസ്സ് പറയും, മനസ്സിനകത്തിരുന്ന് പണ്ട്, ഇപ്പോഴല്ല കേട്ടോ, പണ്ടിങ്ങനെ പറയും, അങ്ങനെ അതങ്ങ് തിന്നാം. അപ്പം എത്ര കൺട്രോളും കിട്ടത്തില്ല. തിന്നാൻ അത് കണ്ടാൽ അതങ്ങ് തിന്ന് കഴിഞ്ഞിട്ട് കുറ്റബോധത്തിൻ്റെ അടിമയായിട്ട് അവിടെ കിടക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ തോന്നും, അപ്പോൾ അങ്ങ് വിളിച്ചങ്ങ് പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ അതങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രകാരവും ആ തോട്ടിനെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു, നിയന്ത്രണമില്ലായിരുന്നു. പക്ഷേ ഇന്ന് പുത്രൻ്റെ രാജ്യത്ത്, അതാണ് റോമറുടെ 6 പറയുന്നത്, ഞാൻ മരിച്ചു.
ഹല്ലിയ 4 റോമരുടെ 6 ഫോർ വി ഡൈഡ് ആൻഡ് വർ ബെരീഡ് വിത്ത് ക്രൈസ്റ്റ് ബൈ ബാപ്റ്റിസം. 6:4 പറയുന്നത് നാം ക്രിസ്തുവിനോടൊപ്പം സ്നാനത്തിലൂടെ നാം മരിച്ചു, അടക്കപ്പെട്ടു. കണ്ടോ, പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ പാപമൊന്നും നമ്മളെ അലട്ടത്തില്ല. ഒരു രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ആ രാജ്യത്തു നിന്ന് ക്യാൻസലേഷൻ പേപ്പേഴ്സ് എല്ലാം മേടിച്ച് വിസ ക്യാൻസൽ ചെയ്തു, ഡോക്യുമെൻറ്റ്സ് ക്യാൻസൽ ചെയ്തു. ഓരോ ഓഫീസിൽ ചെന്നപ്പോൾ അവർ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു ഇവിടെ കൊടുക്കാനൊന്നുമില്ല, ക്യാൻസൽ ചെയ്തേക്കാം. ക്യാൻസൽ ചെയ്തു, ഓരോന്ന് ക്യാൻസൽ ചെയ്ത് ഫൈനലി വിസയും ക്യാൻസൽ ചെയ്ത് ആ രാജ്യത്തു നിന്ന് എക്സിറ്റായി. അവർ എക്സിറ്റ് സ്റ്റാമ്പും അടിച്ചു. ഇനിയും ആ രാജ്യത്തിൻ്റെ ഒരു നിയമവും നിങ്ങളെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ അതവിടെ വചനം പറയുന്നത് നാം മരിച്ചു. ഹല്ലേലൂയ. ഇനി മരിച്ച ഒരു വ്യക്തിയെ നോക്കിക്കേ, ആ വ്യക്തിയുടെ എല്ലാ വിധത്തിലും അയാൾ മരിച്ചു. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അനൂപ് ഈയിടെ പറയുന്നുണ്ടായിരുന്നു, അനൂപിൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റിനും കുറേ കാര്യങ്ങൾക്കും പല ഓഫീസുകളിൽ പോകണമായിരുന്നു. എന്തിനാ പോകേണ്ടി വന്നത്? ഓരോരുത്തടത്തും ക്ലോസ് ആക്കണം. ഓരോ ഫയലും ആ വ്യക്തിയുടെ പേരിൽ കിടക്കുന്നത് ക്ലോസ് ആക്കണം. ഇനിയും 10 വർഷം കഴിഞ്ഞ് അത് പൊങ്ങി വരാൻ പറ്റുമോ? പൊങ്ങി വരാൻ പറ്റത്തില്ല. പൊങ്ങി വന്നാൽ അതിനൊരു ശക്തിയുമില്ല. ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം ക്ലോസ് ആക്കി അടച്ചു മൂടി എന്നിട്ട് സ്നാനത്തിലൂടെ ഉയർത്തെഴുന്നേറ്റത് പുതിയ ഒരു രാജ്യത്തിനകത്തേക്ക്, ക്രിസ്തുവിൻ്റെ രാജ്യത്തിനകത്തേക്ക്. ഇനിയും പാപത്തിനൊന്നും ഇനി എൻ്റെ മേൽ അധീനതയിൽ, ഇനി എന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. രാജ്യം മാറി. ഇന്നൊന്ന് പറഞ്ഞ് രാജ്യം മാറി. ഹല്ലേലൂയ. രാജ്യം മാറിയപ്പം ഇനിയും പുതിയ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ് എന്നെ ബാധിക്കുന്നത്. സ്തോത്രം. ഇനി ഞാൻ മരിച്ചു പോയി, ക്രിസ്തുവിൽ ഞാൻ മരിച്ചുപോയി. ക്രിസ്തുവിൽ ഞാൻ മരിച്ചുപോയ മരിച്ച വ്യക്തിയെ ചെന്ന് ചൊറിഞ്ഞാൽ പോലും മരിച്ച വ്യക്തി അനങ്ങത്തില്ല. മരിച്ച വ്യക്തിയുടെ മേൽ വെള്ളം കോരി ഒഴിച്ചാൽ പോലും മരിച്ച വ്യക്തി അനങ്ങത്തില്ല, പ്രതികരിക്കത്തില്ല. സ്തോത്രം. ഇന്ന് പറഞ്ഞേ, ഞാൻ മരിച്ചു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മരിച്ചതുകൊണ്ട് എനിക്ക് ഒരു പാപത്തിനോടും പ്രതികരിക്കാൻ പറ്റത്തില്ല, ഒരു പ്രലോഭനത്തിനോടും പ്രതികരിക്കാൻ പറ്റത്തില്ല. ചിലവർ പറയത്തില്ലേ, ആ ദേഷ്യം ഇങ്ങ് കയറി വന്ന് എനിക്ക് നിയന്ത്രണമൊന്നും കിട്ടിയില്ല, ഞാൻ രണ്ടങ്ങ് പറഞ്ഞു. അത് പഴയ മനുഷ്യനത് നടക്കും. പക്ഷേ പുതിയ സൃഷ്ടിക്കോ പുതിയ മനുഷ്യനോ അത് നടക്കത്തില്ല. ഇന്ന് പറഞ്ഞേ, ആള് മാറി, രാജ്യം മാറി. ഓ സ്തോത്രം. ആള് മാറി, രാജ്യം മാറി. ഇനിയും പറയല്ലേ പ്രിയപ്പെട്ടവരെ, അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ഞാൻ രണ്ടങ്ങ് പറഞ്ഞു. ഇപ്പം എന്തോ ചെയ്യാനാ? ഒന്ന് പ്രാർത്ഥിക്കണം. ഭയങ്കര കുറ്റബോധം തോന്നുന്നു. അയ്യോ കഷ്ടം, എന്ത് ചെയ്യാനാ? രാജ്യം മാറിയെന്നേ. രാജ്യം മാറിയാൽ നിയമം മാറി. രാജ്യം മാറിയാൽ സകലതും മാറി. അല്ല, പഴയ രാജ്യത്തിൻ്റെ ഒന്നും എനിക്ക് വേണ്ട. ഇന്ന് വിളിച്ചു പറഞ്ഞേ, പഴയ രാജ്യത്തിൻ്റെ ഒരു അവകാശവും എനിക്ക് വേണ്ട. ഞാനിനിയും ക്രിസ്തുവിൻ്റെ രാജ്യത്താണ്. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റേത് മാത്രം മതി. ചിലവർ പലതും പറഞ്ഞിട്ടും എടുത്തിട്ടും ഇരുന്നങ്ങ് കരയും. ഇതെന്നെ കേൾക്കുന്ന ആരോ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കിടക്കുക. പലതും പറഞ്ഞു എടുത്തു, ഇപ്പം ഭയങ്കര വിഷമത്തിലാണ്, ഇരുന്ന് കരച്ചില്ല. ഹല്ലേലൂയ. കരയണ്ടാന്നേ. കർത്താവിൻ്റെ വചനം പറയുന്നേ, നിങ്ങൾ തെറ്റിപ്പോയോ? ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ട് കർത്താവിനോട് പറ, പരിശുദ്ധാത്മാവെ, എന്നെ കൊണ്ട് പറ്റത്തില്ല ഒറ്റയ്ക്ക് ഇത് നേരിടാൻ. എനിക്ക് അങ്ങയുടെ ബലം തരണം, എനിക്ക് അങ്ങയുടെ ശക്തി തരണം. എന്നെ സ്വതന്ത്രരാക്കിയതല്ലേ, എന്നെ സ്വതന്ത്രമായ ഒരു വ്യക്തിയാക്കിയതല്ലേ, എന്നെ സ്വാതന്ത്ര്യത്തിനകത്ത് ജീവിക്കാൻ എന്നെ സഹായിക്കണം. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറയുന്നു, ഫോർ യു ആർ എ സ്ലേവ് ടു വാട്ട് എവർ കൺട്രോൾസ് യു. നിങ്ങളെ എന്ത് നിയന്ത്രിക്കുന്നോ അതിൻ്റെ അടിമയാണ് നിങ്ങൾ. ഹല്ലേലൂയ. ഒരു അടിമ എങ്ങനെയാണ്? ഒരു അടിമ വീട്ടിനകത്ത് ചെന്ന് വേല ചെയ്യുക. ആ വീട്ടിനകത്ത് പറയുന്ന ആൾക്കാർ പറയുന്ന, അവിടുത്തെ യജമാനൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇടത്തോട്ടും വലത്തോട്ടും വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പാപവും അങ്ങനെയാണ്. പാപത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ജഡത്തിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ജഡം പറയും നീ ഇന്നത് ചെയ്യണം, റോബോട്ട് അനുസരിക്കുന്നത് പോലെ അനുസരിച്ച് പോയി നിന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പറയും ഞാൻ എന്തോ ചെയ്യാനാ. പക്ഷെ കർത്താവ് ഇതിനകത്തൊരു മാർഗം തരുന്നുണ്ട്. കർത്താവ്
നമ്മൾക്ക് സത്യത്തിൻ്റെ ഒരു വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പാപത്തിൻ്റെ അടിമയായി ജീവിക്കാതെ വണ്ണം ഇരിക്കാൻ വേണ്ടി നമുക്ക് ഹല്ലേലൂയ കർത്താവിൽ ഒരു രക്ഷ തന്നിട്ടുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും, യേശുവിലാകുന്ന വ്യക്തിക്ക് സകല പാപവും പോക്കി ഹല്ലേലൂയ ക്രിസ്തു യേശുവിൽ നല്ല മനസ്സാക്ഷി സൂക്ഷിച്ച് ജീവിക്കാൻ ഒരു അവസരം കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ. റോമരുടെ 6:22 പറയുന്നു, യു ആർ ഫ്രീ ഫ്രം ദ പവർ ഓഫ് സിൻ ആൻഡ് ഹാവ് ബിക്കം സ്ലേവ്സ് ഓഫ് ഗോഡ്. നിങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായി, എന്നിട്ടിപ്പോഴോ നിങ്ങൾ ദൈവത്തിൻ്റെ അടിമകളായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പറയണം, ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്. വചനം അങ്ങനെയാണ് വരുന്നത്. 6:22 ഒന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നു സ്വാതന്ത്ര്യം പ്രാപിച്ചു, ദൈവത്തിന് അടിമകളായി ഇന്നൊന്ന് അഭിമാനത്തോടെ പറയണം, ഞാൻ ദൈവത്തിൻ്റെ അടിമയാ. അല്ലെ, ഞാൻ എന്നെ തന്നെ ദൈവത്തിന് അടിമ വെച്ചിരിക്കുക. സ്തോത്രം. ഞാനൊക്കെ ചെറുതായിരുന്നപ്പം കേട്ടിട്ടുണ്ട്, അമ്പലങ്ങളിലൊക്കെ പലവരെയും അടിമ വെക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ആ അമ്പലത്തിൻ്റെ സേവാത്മാക്കളായി അവർ ആ അമ്പലത്തിൻ്റെ അടിമകളായി തീർന്നു. സ്തോത്രം. ഇന്ന് കർത്താവ് നമ്മളോടൊരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ വാക്ക് പറയുക, നിങ്ങളിനിയും പാപത്തിൻ്റെ അടിമയല്ല. ഇനിയും നിങ്ങൾ പാപത്തിൻ്റെ ശക്തിയുടെ കീഴിൽ പെട്ടവരല്ല. പക്ഷേ ഇനിയുമോ നിങ്ങൾ ദൈവത്തിൻ്റെ അടിമയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ആ വാക്യം പറയുന്നു, 6:22 പറയുന്നു, നൗ യു ഡു ദോസ് തിങ്സ് ദാറ്റ് ലീഡ് ടു ഹോളിനെസ് ആൻഡ് റിസൾട്ട് ഇൻ ഇറ്റേർണൽ ലൈഫ്. നിങ്ങൾ ദൈവത്തിൻ്റെ അടിമയായതുകൊണ്ട് നിങ്ങൾ ഇനിയും തൊട്ട് ചെയ്യുന്നത് വിശുദ്ധിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതും നിത്യജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞിട്ട് ജീവിതത്തിന് മാറ്റമില്ലയോ? ഹല്ലേലൂയ. പലപ്പോഴും ആ പൊങ്ങി വരുന്ന ദേഷ്യത്തിനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ലയോ? ശ്രമമാണ്. പക്ഷെ ക്രിസ്തുവിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ശ്രമം വേണ്ട. കർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് ആ പാപത്തിൽ നിന്നും, ആ കുറ്റകരമായ കാര്യങ്ങളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് എന്നേക്കുമായി രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ നിയന്ത്രണമിടും. പക്ഷേ ഞാനിന്ന് പറയട്ടെ, യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ വ്യക്തികളുണ്ടോ? നിങ്ങളെ ഹല്ലേലൂയ കർത്താവ് സകല സ്വാതന്ത്ര്യത്തിനകത്തേക്കും വഴി നടത്തും. നിങ്ങൾ യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു രാജ്യത്ത് കയറാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിൽ ചിലവർ ഓസ്ട്രേലിയയിൽ പോകാൻ, അമേരിക്കയിൽ പോകാനൊക്കെ ആപ്ലിക്കേഷൻ ഇടും അല്ലേ, അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് ചിലവർക്ക് 2 വർഷം കഴിഞ്ഞിട്ട്, ചിലവർക്ക് 3 മാസം കഴിഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സീൽ ആൻഡ് സ്റ്റാമ്പ് ചെയ്തിട്ട് അവരെന്നിട്ട് ഇൻ്റർവ്യൂവിലൊക്കെ കടന്നു പോയിട്ട് പിന്നെ അവർക്ക് ആ രാജ്യത്തിൻ്റെ വിസയൊക്കെ കിട്ടി അവർ പിന്നെ ആ രാജ്യത്ത് പോയി താമസിക്കും. യേശുവിൻ്റെ കർത്താവാണെന്ന് ഏറ്റു പറയുമ്പം ആപ്ലിക്കേഷൻ ഇട്ടു, ദൈവരാജ്യത്തിനകത്തേക്ക് കയറാനുള്ള ആപ്ലിക്കേഷൻ ഇട്ടു. പിന്നെ എന്താണ് നടക്കുന്നത്? പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നയിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? എന്നേക്കും പെർമനൻ്റ് റെസിഡൻസ് ദൈവരാജ്യത്തിനകത്ത് കിട്ടാൻ. യേശു കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും അല്ലാതെ ഈ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു രാജ്യത്ത് കയറണമെങ്കിൽ, ഓസ്ട്രേലിയയിലൊക്കെ പോകണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ നടക്കുക. ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം അവർ പറയും, നീ ഇൻ്റർവ്യൂ പാസ്സായി, ഇനിയും ബാ, നിൻ്റെ പാസ്പോർട്ടിനകത്ത് സ്റ്റാമ്പ് ചെയ്ത് തരാം. സ്റ്റാമ്പ് കിട്ടിക്കഴിയുമ്പം ഓസ്ട്രേലിയയിലുള്ള വിസയായി, ഇനി ഓസ്ട്രേലിയയിൽ പോയി ജീവിക്കാം അല്ലേ? അതേപോലെ ആ സ്റ്റാമ്പാണ് ബാപ്റ്റിസം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെട്ട് നിയന്ത്രിക്കപ്പെട്ട് ദൈവാത്മാവ് ഏൽപ്പിക്കുന്ന സമയത്ത് പോയി സ്നാനപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക. ഹല്ലേലൂയ. എന്നിട്ട് പിന്നിനിയും ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീർന്നു. അതുവരെയും ആപ്ലിക്കേഷൻ പ്രോസസ്സിലാണ്. യേശുവിൻ്റെ കർത്താവാണെന്ന് വായും കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ആ നാളുകളെല്ലാം ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഹല്ലേലൂയ.
ഒരു നാൾ കർത്താവിൻ്റേതാകാം എന്ന് തീരുമാനിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ പോയി സ്നാനപ്പെടാം എന്ന് തീരുമാനിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ അവകാശിയായി തീരുക. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പാപത്തിന് ഇനിയും അടിമയാകാൻ പറ്റത്തില്ല. യേശുവിനെ അറിഞ്ഞോ? യേശു നിയന്ത്രിക്കാൻ തുടങ്ങും. ഇന്ന് വിശ്വസിക്കണം, ഇനി ഞാൻ പാപത്തിൻ്റെ അടിമയല്ല. എന്നെ കേൾക്കുന്ന സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ദൈവരാജ്യത്തിനകത്തേക്ക് നിത്യമായി കയറാൻ വേണ്ടി, നിത്യജീവൻ്റെ അവകാശികളാകാൻ വേണ്ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് ചിലവർക്കൊന്നും യോജിക്കാൻ പറ്റത്തില്ല, പക്ഷേ യോജിച്ചേ പറ്റൂ. ഇതൊരു രാജ്യമാണ്, ദൈവരാജ്യം ഒരു രാജ്യമാണ്. ഹല്ലേലൂയ. ആ രാജ്യത്ത്, ഭൂമിയിൽ എങ്ങനെ നമ്മൾ കാണുന്ന രാജ്യത്ത് നമ്മൾ വിസ എടുത്ത് നമ്മൾ ജീവിക്കുന്നോ, അവിടെ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ബാധ്യമാണോ, അതേപോലെ തന്നെ ദൈവരാജ്യത്തിനകത്തും അതൊരു രാജ്യമായതുകൊണ്ട് അതിനകത്തുള്ള പല കാര്യങ്ങളും നമുക്കും ബാധ്യമാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇനി നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവരാ. ഇനി നിങ്ങൾ പാപത്തിൻ്റെ അടിമയല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ അടിമയാണ്. ഇന്ന് വളരെ സന്തോഷത്തോടെ വിളിച്ചു പറയണം, ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്. ഇന്ന് വിളിച്ചു പറയണം, ഇനി എന്നെ പാപത്തിന് കെട്ടിവെക്കാൻ പറ്റത്തില്ല, ജഡത്തിന് എന്നെ കെട്ടിവെക്കാൻ പറ്റത്തില്ല, ഞാൻ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് പറയണം, ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്, ഞാൻ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഓരോ ദിവസവും നിങ്ങൾ സത്യം, ദൈവവചനത്തിനകത്ത് കിടക്കുന്ന സത്യം അറിയും തോറും നിങ്ങൾ തിരിച്ചറിയും നിങ്ങളൊരു സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണെന്ന്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. യേശു കർത്താവെ, നീ വചനം കേൾക്കുന്നവരുടെ ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാതിരിപ്പുണ്ടെങ്കിൽ അവർക്ക് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ കർത്താവ് അവസരം കൊടുക്കുന്നതിനായി സ്തോത്രം. പല പാപ നുഖങ്ങളും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചിലവരുടെ ഹൃദയത്തിനകത്ത് പാപം ഉണ്ടായിരുന്ന ചില മേഖലകൾ ഇങ്ങനെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ആ മേഖലകളിൽ നിന്ന് ഇന്ന് കർത്താവ് എന്നേക്കുമായി വിടുതൽ തന്ന് സ്വാതന്ത്ര്യം തരുന്നതിനായി സ്തോത്രം. വചനം കയറി ക്രിയ ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.